ഹലോ എവ്രി വൺ, അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ താഴെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. കുറേയൊക്കെ ഞാൻ ഇൻഡിവിജ്വലായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും അതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഈ വീഡിയോയിൽ കൂടെ തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും കുവൈറ്റ് MOH ഒരുക്കിയ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുപാട് പേര് ഉപയോഗപ്പെടുത്തി കുവൈറ്റിലേക്ക് ഫ്രീ ആയിട്ട് തന്നെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ, അതായത് ഒരു ഏജൻസിക്കും ഒരു പൈസ പോലും കൊടുക്കാതെ ഫ്രീ ആയിട്ട് എന്ന് പറയാം ഇങ്ങോട്ട് വരാനായിട്ട് കുറേ പേർക്കെങ്കിലും സാധിച്ചു. കുറേ പേർക്ക് പല കാരണങ്ങൾ കൊണ്ട് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ലാസ്റ്റ് വീഡിയോയുടെ താഴെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമെന്ന് വിചാരിക്കുന്നു. കുറേ പേര് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഡിപ്ലോമക്കാരെ ഇനി എടുക്കുന്നില്ല, അവരുടെ വിസ പ്രോസസ്സിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കൺസേൺ കുറേ ഡിപ്ലോമ നേഴ്സസ് ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ ഒഫീഷ്യലായിട്ട് ആർക്കും ഒരു മെയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഡിപ്ലോമ നേഴ്സസിൻ്റെ പ്രോസസ്സിങ് സ്ലോ ആകുന്നതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ അങ്ങനെ അസ്യൂം ചെയ്തതായിരിക്കാം ഡിപ്ലോമ നേഴ്സസിനുള്ള വിസ ഇപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളത്. ഒരു പക്ഷേ മിനിസ്ട്രി അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. കാരണം MOH കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഡിപ്ലോമ നേഴ്സസിനെ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഓൺലി BSc നേഴ്സസിനെ മാത്രമാണ് അവരെടുത്തുകൊണ്ടിരുന്നത്. അതിന് മുൻപുള്ള വർഷങ്ങളിൽ തീർച്ചയായിട്ടും അവർ എല്ലാ BSc ഡിപ്ലോമ എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരുപാട് പേർ കുവൈറ്റിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു സമയത്ത് അവർ BSc നേഴ്സസിനെ മാത്രമാണ് ഹയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ MOH ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവർ ഡിപ്ലോമക്കാരെയും അതുപോലെ BScക്കാരെയും എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഡിപ്ലോമ നേഴ്സസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പുതുതായിട്ട് മിനിസ്ട്രി അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസ പ്രോസസ്സിങ് നടക്കും. ഒരുപക്ഷേ അവർ സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. മിനിസ്ട്രി എടുക്കുന്ന ഏത് തീരുമാനങ്ങളും അവർക്ക് കംപ്ലീറ്റ്ലി എപ്പോൾ വേണമെങ്കിലും അവർക്ക് മാറ്റാനുള്ള അതോറിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്കൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. പിന്നെ നമുക്ക് ആർക്കും മിനിസ്ട്രിയുടെ തീരുമാനങ്ങൾ എന്താണ് എന്ന് അപ്ഡേഷനൊന്നും കിട്ടുന്നില്ല. പൊതുവേ നമ്മൾക്ക് ഇമെയിലിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് വിശ്വസിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു പക്ഷേ മിനിസ്ട്രിയിൽ നിന്നും എന്തെങ്കിലും ഇൻഫർമേഷൻ ഇവിടെ നമുക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യാം. ആസ് ഓഫ് നൗ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ല. പക്ഷേ തീരുമാനങ്ങൾ എപ്പോഴും മാറ്റാൻ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന് പറ്റും എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് MOHലേക്ക് വരുമ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരേണ്ടതെന്നാണ്. ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. 10th മുതലുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും കൊണ്ടുവരിക, അറ്റസ്റ്റഡ് കോപ്പീസ് കൊണ്ടുവരിക, കളർ കോപ്പീസ് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൽ നിങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ് എപ്പോഴും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നമ്മളുടെ കയ്യിൽ തന്നെ വെക്കുന്നതാണ് എപ്പോഴും സേഫ്. അത് നാട്ടിൽ നിന്ന് വെച്ചിട്ട് പോരുന്നതിനേക്കാൾ എപ്പോഴും നമ്മളുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ സർട്ടിഫിക്കറ്റ്സോ അങ്ങനത്തെ പാസ്പോർട്ടോ ഒന്നും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഹോൾഡ് ചെയ്യുന്നില്ല. ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് മറ്റ് പല ജോലി ചെയ്യുന്നിടത്തൊക്കെ പാസ്പോർട്ട് അവർ വെക്കാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾക്ക് ഇവിടെ നമ്മളുടെ കയ്യിൽ തന്നെയാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അത് തന്നെ സേഫായിട്ട് വെക്കുവാൻ തന്നെ ഏറ്റവും നല്ലൊരു സ്ഥലം അവനവൻ്റെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിങ്ങോട്ട് കൊണ്ടുവരുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, മെഡിക്കൽ ചെയ്യാനായിട്ട് വിസ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്തായാലും മെഡിക്കൽ ചെയ്യാനായിട്ട് ഇപ്പോൾ വിസ വേണ്ട എന്നുള്ള ഒരു സർക്കുലർ പല മെഡിക്കൽ ചെയ്യുന്ന സ്ഥലങ്ങളിലും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിസ ഇല്ലെങ്കിലും മെഡിക്കൽ ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റും. ഒരു സ്ഥലത്ത് നമ്മൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഹോസ്റ്റൽ 3 months കഴിഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് പോകണോ എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവർ ഓൾമോസ്റ്റ് 3 months ഒരു ഹോട്ടലിൽ നിൽക്കുകയാണ്. അതിനുശേഷം ഹോസ്റ്റലിലേക്കാണ് അവർ മാറിയിരിക്കുന്നത്. കമ്പൽസറി ആയിട്ട് ആരെയും പുറത്തേക്ക് വിടുന്നില്ല, ആർക്കെങ്കിലും താല്പര്യം. അത് കാരണം മെയിനായിട്ടും സാലറി മിക്കവാറും ആളുകൾക്ക് 3 months കഴിഞ്ഞതിന് ശേഷം കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി സാലറി അവർക്ക് വന്നു കഴിയുമ്പോൾ പുറത്തേക്ക് പോകാൻ അവർ ഫോഴ്സ്ഡ് ആവുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ ആസ് ഓഫ് നൗ 3 months ഹോട്ടൽ സ്റ്റേ കഴിഞ്ഞതിന് ശേഷം ഹോസ്റ്റലിലേക്കാണ് അവർ മാറിയിട്ടുള്ളത്, എനിക്കറിയാവുന്ന വിവരം അനുസരിച്ച്. ഇനി ബാക്കി എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, നാട്ടിൽ നിന്ന് ഇനി ഇൻ്റർവ്യൂ ഉണ്ടാകുമോ എന്നുള്ളത്. ഇപ്പോൾ കുറേ പേര് നേഴ്സസിനെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഇൻ്റർവ്യൂ ഉണ്ടാകുമോ ഇല്ലയോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സമയത്ത് നാട്ടിൽ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതായത് നാട്ടിലേക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴും ലിങ്ക് ഓപ്പൺ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് എന്ന് വരും, അവർക്ക് അവരുടെ വേക്കൻസീസ് എല്ലാം ഫില്ല് ആവുകയാണെങ്കിൽ ഒരു പക്ഷേ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഇൻ്റർവ്യൂസൊക്കെ നടക്കുക. അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും ഇനി ഹയറിംഗ് ഉണ്ടായിരിക്കുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക.
അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒരു പക്ഷേ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിംഗ് ടൈം എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കോൾ അല്ലെങ്കിൽ ഒരു മെയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് പറയാൻ പറ്റുള്ളൂ. ലോക്കലി നടക്കുന്നുണ്ടായിരുന്നു ഫോർ ദ ടൈം ബീങ് ഫോർ 1 വീക്ക് ഓർ 2 വീക്സ് ആയെന്ന് തോന്നുന്നു. അവരിപ്പോൾ ലോക്കലി ഇൻ്റർവ്യൂസ് നടക്കുന്നില്ല. പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് അവർ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും ക്ലാരിഫിക്കേഷൻ അവർ തരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ NOC നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി അന്വേഷിക്കാം നിങ്ങളുടെ പ്രോസസ്സിങ് എന്തായി, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അവിടെ പോയി ചോദിക്കാം എന്നുള്ളതാണ്. മെഡിക്കൽ ചെയ്യാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ പഴയൊരു സിസ്റ്റം അനുസരിച്ച് ലോക്കൽ ഇൻ്റർവ്യൂസ് നടത്തിയിരുന്ന സമയത്ത് ഞാനൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് 1 ഇയർ വരെ നമുക്ക് മെഡിക്കൽ ചെയ്യാൻ ലേറ്റ് ആകാൻ പറ്റുമായിരുന്നു. നമുക്ക് സെലക്ഷൻ ആയതിനു ശേഷം 1 ഇയർ 1.5 ഇയേഴ്സ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഓൺലൈനിൽ എടുക്കുന്ന ആളുകളാണെങ്കിൽ പോലും മെഡിക്കൽ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ ലേറ്റ് ആകുന്നതനുസരിച്ച് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യും. വിസ അല്ലെങ്കിൽ വരില്ലേ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നില്ല. നമ്മളുടെ പേപ്പർ വർക്ക് നമ്മൾ എന്തുമാത്രം ഫാസ്റ്റായിട്ട് ചെയ്യുന്നു അതനുസരിച്ചാണ് വിസ വരുന്നത്. പക്ഷേ എനി ടൈം നമ്മളുടെ മനസ്സിൽ എപ്പോഴും വയ്ക്കുക, നമ്മൾ മെഡിക്കൽ ഏതെങ്കിലും ഒരു പ്രോസസ്സിങ്ങിൻ്റെ സമയത്താണ് മിനിസ്ട്രി ഒരു തീരുമാനമെടുക്കുന്നത് ഇനി മുന്നോട്ടൊരു വിസ ഇഷ്യൂ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു ചാൻസ് നഷ്ടപ്പെടുമെന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷേ അങ്ങനെ വരണമെന്ന് നിർബന്ധവുമില്ല. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് +2 കഴിഞ്ഞ്, അത് MOS റിലേറ്റഡ് അല്ല, പക്ഷേ പേഴ്സണലായിട്ട് ചോദിച്ചിരിക്കുകയാണ്, +2 കഴിഞ്ഞ് അവർ നഴ്സിങ്ങിന് പോകണോ അതെയോ എന്തെങ്കിലും പാരാമെഡിക്കൽ കോഴ്സിന് പോകണോ, ഏതിനാണ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ +2 കഴിഞ്ഞ് നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് മെഡിക്കൽ ഇമേജിങ് ഒക്കെ ഉള്ള കാര്യങ്ങൾ. പക്ഷേ നഴ്സസിൻ്റെ അത്രയും ഒരു വേക്കൻസി ടെക്നീഷ്യൻസിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറവായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിദേശത്തേക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ UK അല്ലെങ്കിൽ ഏത് രാജ്യത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ അവിടെ എത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് നഴ്സസിൻ്റെ അത്രയും ഉണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മളുടെ പാഷൻ എന്താണ് അതനുസരിച്ച് ഫോളോ ചെയ്യുക. നഴ്സസിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഷിഫ്റ്റുകളും, അങ്ങനെ ഇപ്പോൾ മെഡിക്കൽ ഇമേജിങ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും കോഴ്സ് ആണെങ്കിൽ പോലും പല ഷിഫ്റ്റുകൾ ഉണ്ടായിരിക്കും. പക്ഷേ എങ്കിലും നഴ്സസിൻ്റെ അത്രയും ഒരു വർക്ക് ലോഡും കാര്യങ്ങളും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ 2 ഫീൽഡിലും 2 രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഏതാണ് ഇഷ്ടം എന്നനുസരിച്ച് മാത്രം പോവുക. അല്ലെങ്കിൽ നമുക്ക് ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മുന്നോട്ട് ആ ജോലി ചെയ്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക. ഒമാൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒമാനിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒമാനിലുള്ള കുവൈറ്റ് എംബസിയിലാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഏകദേശം എല്ലാം മറുപടിയും തന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ എനിക്ക് എൻ്റെ ചാനലിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് മറുപടി കൊടുത്ത് സഹായിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് ഉണ്ട്. അവരോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതായത് അവർ ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കാനായിട്ട് ടൈം എടുക്കുന്നു, എന്നെ ഹെൽപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം വളരെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയുന്നു. ഇനിയും തുടർന്നും നിങ്ങൾക്കറിയാവുന്ന ഇൻഫർമേഷൻസ് വ്യൂവേഴ്സിൻ്റെ അറിവിലേക്ക് വേണ്ടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതുകൊണ്ട് വീണ്ടും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരുപാട് നന്ദി. നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും ഒക്കെ ദൈവം നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലർക്കും വരാനായിട്ട് ആഗ്രഹമുണ്ട്, പലർക്കും മറ്റ് പല രാജ്യങ്ങളിൽ പോകാനാണ് ആഗ്രഹം. പല രാജ്യങ്ങളിലും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ബെനിഫിറ്റ്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നടക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.